ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദന വരാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷേ എപ്പോൾ തലവേദന വന്നാലും ഇത് നീർക്കെട്ടായിരിക്കും, അതല്ലെങ്കിൽ ഇത് ചെന്നിക്കുത്താണ് എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് പലരും ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാറില്ല. വല്ല പെയിൻ കില്ലറോ മറ്റോ വാങ്ങിക്കഴിക്കും. അങ്ങനെ തലവേദന മാറിപ്പോവുകയും ചെയ്യും. എന്നാൽ എല്ലാ അവസരങ്ങളിലും നിങ്ങൾക്ക് വരുന്ന തലവേദന നീർക്കെട്ടോ ചെന്നിക്കുത്തോ മാത്രമാകണമെന്നില്ല. മറ്റനേകം തരത്തിലുള്ള തലവേദനകളുണ്ട്. അതായത് ടെൻഷൻ ഹെഡേക്ക്, മസ്കുലർ ടെൻഷൻ കാരണം വരുന്ന ഒന്നാണിത്. ഇതുകൂടാതെ നമുക്ക് തലയിൽ എന്തെങ്കിലും ട്യൂമറോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷണമായിട്ട് തലവേദന കണ്ടുവരാം. കൂടാതെ ഞരമ്പ് സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ മൈഗ്രെയിൻ അല്ലാതെയും തലവേദന വരാം. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള തലവേദനയുണ്ട്. അപ്പോൾ ഒരു ഡോക്ടറെ കാണിച്ച് കൃത്യമായ ടെസ്റ്റുകളും അതുപോലെ പരിശോധനകളും നടത്തിയ ശേഷം മാത്രമേ നിങ്ങൾക്ക് വരുന്ന തലവേദന ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കൂ. അപ്പോൾ ചിലർക്ക് അത് നീർക്കെട്ടാവാം, അതല്ലെങ്കിൽ മൈഗ്രെയിൻ ആവാം. ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന ആൾക്കാരുമുണ്ട്. ഇതല്ലെങ്കിൽ ടെൻഷൻ ഹെഡേക്ക് വരുന്ന ആൾക്കാരുണ്ട്. കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് കാരണം തലവേദന വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ തലവേദന വരുന്ന എല്ലാവരും ഒന്നിൽ കൂടുതൽ തവണ ഇത് ആവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിച്ച് നിങ്ങൾ കൃത്യമായ പരിശോധനകളെല്ലാം നടത്തി വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് എന്താണ് ഇതിന് കാരണം എന്നുള്ളത് കണ്ടെത്തണം.